എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസകരമാകുന്ന ഒന്നാണ് പ്രതിമാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഈ ആനുകൂല്യം വാങ്ങുന്നവരാണ്. ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുവാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുകയാണ്. സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുവാൻ മാത്രവുമല്ല, തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെയുള്ള നടക്കാതിരിക്കുവാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ്. ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള കാലാവധി അവസാനിച്ചിട്ടുണ്ട്. നവംബർ 30 അവസാന ദിവസം. ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷവുമുള്ള പെൻഷൻ ലഭിക്കില്ലെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകപരമായിട്ടുള്ള രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ്. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരും ബാങ്കുകളും പെൻഷൻ പേയ്മെന്റുകൾ തുടരുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിച്ചില്ല എങ്കിൽ സർക്കാർ പെൻഷൻ ആനുകൂല്യം നിർത്തുന്നതാണ്. മാത്രവുമല്ല, ഇത് പുനരാരംഭിക്കുവാൻ കൂടുതൽ സമയം എടുക്കുവാനും സാധ്യതയുണ്ട്. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ വിവിധങ്ങളായിട്ടുള്ള വഴികളുണ്ട്. ലൈഫ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നേരിട്ട് സമർപ്പിക്കാമെന്ന് പരിശോധിക്കാം. ഇതിനായിട്ട് പെൻഷൻ എത്തുന്ന ബാങ്കുകളിലേക്കാണ് ഗുണഭോക്താവ് പോകേണ്ടത്. അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. വർഷങ്ങളായിട്ട് കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത്. വ്യക്തിഗത തിരിച്ചറിയൽ രേഖയും ആവശ്യമായിട്ടുള്ള വിശദാംശങ്ങളും പരിശോധിച്ചതിന് ശേഷം ബാങ്ക് ജീവനക്കാർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും ഇക്കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ഡിജിറ്റൽ രീതി ഏത് രീതിയിലാണെന്ന് പരിശോധിക്കാം. പെൻഷൻകാർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഫേസ് ഓതന്റിഫിക്കേഷൻ സംവിധാനം വഴിയാണ് ഈ ഒരു സംവിധാനം നടപ്പിലാക്കുന്നത്. മൊബൈൽ ഫോൺ നമ്പർ, ഇന്റർനെറ്റ് കണക്ഷൻ, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ജീവൻ പ്രമാൺ ആപ്പ് വഴിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്. ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും ഡിജിറ്റൽ രീതിയിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവൻ പ്രമാൺ ആപ്പ് ഏറെ ഉപകാരപ്രദമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ നമ്പർ, ബാങ്ക് വിശദാംശങ്ങൾ, മുഖം തിരിച്ചറിയാൻ എന്നിവ ഉപയോഗിച്ച് പ്രക്രിയ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ആപ്പ് പെൻഷൻ പ്രക്രിയയെ കൂടുതൽ സുതാര്യവും വേഗത്തിലാക്കുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ വാതിൽപ്പടി തന്നെ നമുക്ക് ബാങ്കിംഗ് സർവീസുകൾ ലഭ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ പ്രായാധിക്യം മൂലമോ ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ രീതി. പല ബാങ്കുകളും ഇന്ത്യ പോസ്റ്റ് സർവീസും ഈ ഒരു സേവനം നൽകുന്നുണ്ട്. ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിലെത്തി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഫോമുകൾ പൂരിപ്പിക്കുകയും അവ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. സഹായം ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഈ സൗകര്യം ഏറെയും വിലപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പെൻഷൻ വരവ് നിലച്ചെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചിലർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാൻ സാധിക്കാതെ വരികയും ഇതുമൂലം പെൻഷൻ നിലയ്ക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രതിസന്ധി എക്കാലത്തെയും നിലനിൽക്കുന്നതൊന്നല്ല. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇതിന് കുറച്ച് ദിവസങ്ങൾ സമയമെടുക്കുന്നതാണ്. അതിനാൽ തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ കാര്യങ്ങൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസ് ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.